വേദപ്രേക്ഷ മീഡിയയിലേക്ക് സുസ്വാഗതം. കൃഷ്ണ ഗുരുവായൂരപ്പ. രാവിലെ ഭഗവാനെ കണ്ട് മനം കുളിർക്ക് കണ്ട് തൊഴുത് പുറത്തിറങ്ങിയതാണ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ഓർഡർ പ്രകാരം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കെങ്ങും അത് 4 ഗോപുരവാതിൽ തുടങ്ങുന്ന സ്ഥലത്തുനിന്ന് മുതൽ ഫോട്ടോഗ്രാഫി നിരോധിച്ച കാരണം കൊണ്ട് അവിടെ നിന്നൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇത് മഞ്ജുലാലാണ്. മഞ്ജുലാലിൻ്റെ അവിടെ രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല രസകരമായിട്ട് തോന്നി. ഗരുഡൻ നിൽക്കുന്നുണ്ട. ഭഗവാനെ വഹിക്കുവാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്ന ഗരുഡൻ്റെ രൂപം നോക്കി എന്താ ഭംഗിയല്ലേ. പക്ഷെ ഹൈക്കോടതി എന്തുകൊണ്ട് ഈ കാര്യം ഇങ്ങനെയാക്കി എന്നുള്ളത് നമുക്കൊരു പിടിയില്ല. ആകെ വളരെ കുറച്ച് കല്യാണങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ എങ്കിലും അതിൻ്റെ വീഡിയോ വരെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് എടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. വെറുതെ നമുക്ക് ഫോട്ടോ മാത്രമാണ് അവിടെ നിന്ന് ഇപ്പോൾ എടുക്കാൻ കഴിയുന്നത്. അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോയെന്നും മനസ്സിലാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോറ്റിമാരാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ സാധാരണ വ്ളോഗർമാർ വന്നത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൽപ്പെടുന്ന കാര്യങ്ങളെല്ലാം പുറത്ത് കൊണ്ടുവരാനായിട്ട് കഴിയുകയും ചെയ്യും. അതിനിപ്പോൾ ചില ആളുകൾക്ക് പറ്റിയില്ല എങ്കിൽ ദേവസ്വം ബോർഡിലെ പലരും അതിന് ഓപ്പോസിറ്റ് തീരുമാനം എടുത്തിട്ടുണ്ടാവും. അതൊക്കെ ആയിരിക്കും ഇങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അല്ല എങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി നമുക്ക് മനസ്സിലാവുന്നില്ല. ഭക്തജനങ്ങൾ 2 ഫോട്ടോ എടുത്തൊരു വീഡിയോ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവത് ചൈതന്യത്തിനോ അല്ലെങ്കിൽ ഭഗവാന്റെ സ്വത്തിനോ യാതൊരു ഭീഷണിയും അവിടെ സംഭവിക്കില്ല. പകരം അവിടെ കള്ളന്മാർ കയറി കൊള്ളക്കാർ കയറി കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നത്. ഇനി ഇത് മാത്രവുമല്ല, അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും മൊബൈലും കാര്യങ്ങളും ഉണ്ട്. പോലീസുകാരുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും മൊബൈലും കാര്യങ്ങളും ഉണ്ട്. ഇവരെല്ലാവരും റീൽസ് അവിടെ നിന്ന് ചെയ്യുന്നുമുണ്ട്. അവർ വീഡിയോ എടുക്കുന്നുണ്ട്. അവർക്ക് ഇതൊന്നും ബാധകമല്ല. ഹൈക്കോടതി അവരുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനോടൊക്കെ നമുക്ക് ഒരു സാധാരണ പൗരൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമുക്ക് പ്രതികരിക്കാനായിട്ട് കഴിയുള്ളൂ. നമ്മളെക്കൊണ്ട് ആവുന്ന വിധത്തിൽ നമ്മൾ പ്രതികരിക്കുന്നു. ഹൈക്കോടതിയുടെ ആ നിയമത്തെ, ആ ഉത്തരവിനെ നമ്മൾ ബഹുമാനപൂർവ്വം ശിരസാവഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒന്നും ചെയ്തില്ല. നമ്മൾ പുറമേ നിന്നാണ് ഇപ്പോൾ ചെയ്യുന്നത്. കണ്ണനെല്ലാം കാണട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ.